ഹായ്, ഞാൻ സുബിൻ VR. ഷെയർ ട്രേഡിങ്ങിലൂടെ അല്ലെങ്കിൽ ഷെയർ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഒരുപാട് ആളുകൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ ആകർഷകമായ രീതിയിൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് പണം സമ്പാദിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ലാഭം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ആദായ നികുതി ഇനത്തിൽ എങ്ങനെ ലക്ഷങ്ങൾ ലാഭിക്കാനായിട്ട് സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ GSTയുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് 3 മെത്തേഡുകൾ അല്ലെങ്കിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ്. അടുത്തത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ. ലാസ്റ്റ് വൺ, ഷെയർ ട്രേഡിംഗ് എക്സ്പെൻസസ്. ഈ 3 മെത്തേഡുകളും വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടാക്സ് ലോസ് ഹാർവെസ്റ്റ് വളരെ പോപ്പുലർ ആയിട്ടുള്ള, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്നുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരാൾക്ക് ഈ റണ്ണിംഗ് ഫിനാൻഷ്യൽ ഇയറിൽ 10 lakhs rupees ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. അതായത് 15% ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നത്. പക്ഷേ അദ്ദേഹം അതേ സമയത്ത് തന്നെ പല ഷെയറുകളും ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ടൈമിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നഷ്ടത്തിലാണ്. അപ്പോൾ അദ്ദേഹം അത് ഭാവിയിൽ അത് ലാഭം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ ഷെയറുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നത്. നിയർലി 7 lakhs rupees-ഓളം ഷോർട്ട് ടൈമിൽ അതർ സൈഡിൽ ലോസ് എടുക്കുന്നുണ്ട്. ആ സമയത്താണ് ഇദ്ദേഹം 10 lakhs പ്രോഫിറ്റ് മാത്രം ബുക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ടാക്സ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഈ 7 lakhs rupees ലോസ് വരുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ബുക്ക് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാവുന്നതാണ്. അദ്ദേഹം ഒരുപക്ഷെ ഈ ലോസ് ബുക്ക് ചെയ്യാതിരിക്കുന്നതിനുള്ള പ്രധാന കാരണം ഈ ഷെയറുകളെല്ലാം ഭാവിയിൽ നല്ലൊരു റിട്ടേൺ തരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം. നമ്മളിവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക് ചെയ്യുന്നത്, ഈ 7 lakhs rupees ലോസിലുള്ള ഷെയർസ് സെൽ ചെയ്യുന്നു, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആയിട്ടുള്ള 7 lakhs ബുക്ക് ചെയ്യുന്നു. ദെൻ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് 3 lakhs rupees മാത്രമാണ് അദ്ദേഹത്തിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. അപ്പോൾ 3 lakhsന് വെറും 45,000 രൂപ മാത്രമാണ് ടാക്സ് വരുന്നത്. 1,05,000 രൂപയോളമാണ് അദ്ദേഹം സേവ് ചെയ്യുന്നത്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് വന്നിട്ടുള്ള ഷെയർസ് അദ്ദേഹം ഭാവിയിലേക്ക് ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഷെയർസ് ആണ്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് ആ ഷെയർസ് ബൈ ചെയ്യാം, ദെൻ വീണ്ടും ഹോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്ക് കൊണ്ട്, ഈ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് ടെക്നിക്ക് കൊണ്ട് നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ കഴിഞ്ഞത് 1 ലക്ഷത്തിലധികം രൂപയാണ്. ഈ ഒരു ടെക്നിക് ഷോർട്ട് ടൈമിൽ മാത്രമല്ല, നിങ്ങൾ ലോങ് ടൈം ഷെയർസ് നിങ്ങൾ ഹോൾഡ് ചെയ്യാണ്, നിങ്ങൾക്ക് ലോങ് ടൈമിൽ പ്രോഫിറ്റ് ഉണ്ട്. ദെൻ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ലോങ് ടൈമിൽ ലോസ് ഉള്ള ഷെയർസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് സെറ്റ് ഓഫ് ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് ലോസ് ബുക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഡേ ഈ ലോസ് ഷെയർസ് വീണ്ടും ബൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി പരമാവധി കുറയ്ക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകൾ, ചില ആളുകൾ വളരെ ഫാർ ഓപ്ഷൻസ്, അതായത് 3 months അല്ലെങ്കിൽ 6 months ഗ്യാപ്പ് ഉള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അവരുടെ ഇതുവരെയുള്ള പ്രോഫിറ്റിന് അഗേൻസ്റ്റ് കറണ്ട് ലോസസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്തുകൊണ്ട് പൊസിഷൻസ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷോർട്ട് ടൈമിൽ മാത്രമല്ല, ലോങ് ടൈമിലും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലും പ്രയോഗിക്കാനായിട്ട് പറ്റിയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ്. മറ്റൊരു മെത്തേഡ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് 1 ലക്ഷം രൂപ വരെ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ഉണ്ട്. അതായത് 1 ലക്ഷം രൂപ വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റലിന്റെ പ്രോഫിറ്റിന് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടില്ല. ഈ ഒരു എക്സംഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി ടാക്സ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. നിങ്ങളൊരു ഷെയർ ഹോൾഡ് ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങൾ ലോങ് ടൈമിലേക്കാണ് ഹോൾഡ് ചെയ്യുന്നത്. നിങ്ങൾ 10 വർഷം ഹോൾഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. നിങ്ങൾ 10 lakhs rupees ആണ് അതിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10th ഇയറിൽ നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് എന്ന് പറയുന്നത് 10% ആണ്. അതായത് 1 lakh rupee നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ, 1 lakh rupee എക്സംഷൻ വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഒന്നും അടയ്ക്കാതെ തന്നെ നിങ്ങൾക്കിത് സേവ് ചെയ്യാനായിട്ട് കഴിയും. ഈ ടാക്സ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോയിൽ നിന്നും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടു ദ എക്സ്റ്റെന്റ് ഓഫ് 1 lakh, 1 ലക്ഷം രൂപ വരെയുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ ഒരു വർഷം സെൽ ചെയ്യുന്നു. ഇത് നെക്സ്റ്റ് ഡേ തന്നെ അത് ലോങ് ടൈമിലേക്ക് തന്നെ ബൈ ചെയ്യുന്നു. അപ്പോൾ ഓരോ വർഷവും, ഇനി വരുന്ന ഓരോ 10 വർഷത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 1 lakh rupees വെച്ച് ഓരോ വർഷവും നിങ്ങൾക്ക് എക്സംഷൻ എടുക്കാനായിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ 10 yearsൽ, നെക്സ്റ്റ് 10 yearsൽ നിങ്ങൾ സേവ് ചെയ്യുന്നത്, എഫക്റ്റീവ്ലി നിങ്ങൾ സേവ് ചെയ്യുന്നത് 1 lakh rupee ആണ്.
അപ്പോൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ 1 lakh rupee ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന്റെ എക്സംഷൻ ആയിട്ടുള്ള ഈ 1 lakh rupee എക്സംഷൻ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാനായിട്ട്, അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഡേ ഡെലിവറി എടുത്തുകൊണ്ട് അത് ക്ലെയിം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അടുത്തത് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക് ടാക്സ് സേവ് ചെയ്യാനായിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഇൻട്രാഡേ ചെയ്യുന്ന പല ആളുകൾക്കും ഒരുപാട് എക്സ്പെൻസസ് ഈ ഒരു ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. പക്ഷെ പലരും അത് റെക്കോർഡ് ചെയ്യില്ല, പലരും അത് കൺസിഡർ ചെയ്യാറില്ല. ഉദാഹരണത്തിന് പലരും ഫ്യൂച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ഓപ്ഷൻസിന്റെ കോഴ്സസ്, സെമിനാർസ് അല്ലെങ്കിൽ അതിന്റെ ടിപ്സുകൾ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ അവൈൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന എക്സ്പെൻസസ് ഈ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ഇൻട്രാഡേ വരുമാനങ്ങൾക്ക് എഗെയിൻസ്റ്റ് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസസും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. നിങ്ങളൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ട്രേഡിംഗ് നടത്തുന്നത്, നിങ്ങൾക്ക് മൊബൈൽ ഫോണിന്റെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. നിങ്ങളുടെ ഇന്റർനെറ്റ് ചാർജസ്, നിങ്ങളുടെ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ പീരിയോഡിക്കൽസിന്റെ ചാർജസ്, നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസിനോ മറ്റു കാര്യങ്ങൾക്കായിട്ട് സാലറീഡ് ആയിട്ടുള്ള ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സാലറി നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഓഫീസ് സെറ്റപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ റെന്റ് ക്ലെയിം ചെയ്യാം. അങ്ങനെ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡയറക്ട്ലി ആട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന എല്ലാ എക്സ്പെൻസസും നിങ്ങൾക്ക് ഇതിന് അഗെയിൻസ്റ്റ് ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങൾ എക്സ്പെൻസ് ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തീർച്ചയായിട്ടും ഈ എക്സ്പെൻസസിന്റെ എല്ലാം എവിഡൻസസ് നിങ്ങൾ എടുത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻകം ടാക്സ് സ്ക്രൂട്ടിനി വന്നാൽ ഈ എക്സ്പെൻസസ് ഒക്കെ ഡിസലവ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം എക്സ്പെൻസസ് ക്ലെയിം ചെയ്യുന്ന ആളുകൾ അതിന്റെ എവിഡൻസസ്, അതിന്റെ റെക്കോർഡ്സ് തീർച്ചയായിട്ടും സൂക്ഷിച്ചു വെക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. ഷെയർ ട്രേഡിംഗും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഷെയർ ട്രേഡിംഗ് ആൻഡ് ഇൻകം ടാക്സ് എന്നുള്ള പ്ലേലിസ്റ്റ് കണ്ടു നോക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.